ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ, രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം, കാരണം എന്നും ഇതൊക്കെ തന്നെയാണല്ലോ നമ്മുടെ കണ്ടൻറ്റ്. അപ്പോൾ പിന്നെ പ്രത്യേകം ഞാൻ ഇന്നത്തെ വീഡിയോ എന്താ ചെയ്യാൻ പോകണമെന്ന് നിങ്ങൾക്ക് തമ്മിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടാവുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മാവ്, ഇഡ്ഡലിക്കുള്ള മാവ്. അത് ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇഡ്ഡലി ചെമ്പ് ഗ്യാസിൻ്റെ മേലെയാണ് വെച്ചിരിക്കുന്നത്, കാരണം ഇന്നലത്തോടെ തന്നെ എനിക്ക് മതിയായതാണ് കേട്ടോ. തീയും കത്തണില്ല, ഒരുപാട് നേരം പിടിച്ചു. ഈ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ, പക്ഷെ എന്നാലും 1 മണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇന്ന് ആ റിസ്ക് എടുക്കണില്ല എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഗ്യാസിലാണ് കേട്ടോ ഞാൻ വെക്കണത്. അല്ലെങ്കിൽ ഞാൻ ഗ്യാസിൽ തന്നെ വെക്കാറ്. ഇന്നലെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ച് മാറ്റി വെച്ചാൽ കേട്ടോ, അതോടുകൂടെ എനിക്ക് മതിയായി. അങ്ങനെ ഞാൻ മാവൊക്കെ ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കിച്ചു നീച്ചിട്ടില്ല, കിച്ചും തുമ്പി രണ്ടുപേരും നീച്ചിട്ടില്ല കേട്ടോ. ഇന്ന് ഞാനൊരു 5 മണിക്ക് തന്നെ നീച്ചത്. കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ജോലികളിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കണ്ടു അച്ഛനും മകനും നീച്ച് വന്നിറങ്ങണം കേട്ടോ. 2 നീച്ച് വന്നിട്ടുണ്ട്. ആദ്യം ഞാനാട്ടോ നീച്ചത്. ഞാൻ നീച്ചിട്ട് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പകുതി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർ നീച്ച് വന്നത് കേട്ടോ. ഒരു 5:30 ആവണേ ഉള്ളൂ സമയം കേട്ടോ. അധികമൊന്നും ആയിട്ടില്ല. പുറത്ത് കണ്ടില്ലേ നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഒരു 6 മണി ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഇരുട്ടങ്ങോട്ട് മാറണമൊന്നുമില്ല. ഒന്ന് കുറച്ച് നേരം വെളുത്ത് വരണമെങ്കിൽ ഒരു 7 മണി തന്നെ ആവണം. അപ്പോൾ രണ്ടുപേരും തേരാപ്പാര നടക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഏട്ടപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഫ്രീസർ ഉണ്ടല്ലോ, അതിൽ നിറയെ ഐസ് ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. എന്താ പറയുക, മഞ്ഞ് കട്ട പോലെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഏട്ടൻ ഇന്നലെ മുതൽ ഫ്രിഡ്ജ് ഓഫാക്കിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതപ്പോൾ ഐസ് കട്ടയൊക്കെ ഒന്ന് ഫ്രീസായി എന്ന് പറയുന്നത്, വെള്ളമായിട്ട് അത് അലിഞ്ഞിട്ട് ഐസ് മൊത്തത്തിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏട്ടൻ അത് ഇളക്കിയെടുത്തപ്പോൾ അത് കയ്യിൽ കൂടെ വന്നു കേട്ടോ. അപ്പോൾ അത് ഏട്ടൻ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കഴിഞ്ഞു കേട്ടോ. പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏട്ടൻ കിച്ചുവിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണ്. കിച്ചുവിനെ എടുത്തിട്ട് നേരത്തെ പോയില്ലേ, അപ്പോൾ അത് പോയത് ഐസും കട്ട കാണിച്ചു കൊടുക്കാനാണ് കേട്ടോ. ഞാൻ ആദ്യം നീച്ചു, അതിന് പിന്നാലെ ഏട്ടൻ നീച്ചു, അതിന് പിന്നാലെ കിച്ചു നീച്ചു. അങ്ങനെയാണ് കേട്ടോ ഉണ്ടായത്. അങ്ങനെ എന്താ പറയുക, ഐസും കട്ടയൊക്കെ ഇട്ട് കിച്ചു ഫ്രിഡ്ജിനുള്ളിൽ വന്ന് നോക്കി കേട്ടോ. അത് സത്യം തന്നെയാണോ പറഞ്ഞ് നോക്കാൻ വേണ്ടിയിട്ട് തോന്നണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ടില്ല കേട്ടോ, ഐസും കട്ട കണ്ടില്ല. അപ്പോൾ അവന് മനസ്സിലായി ഐസും കട്ട തന്നെയാണ്. അത്രയും ഉണ്ടായിരുന്നു കേട്ടോ, മഞ്ഞ് കട്ട പോലെ ഉണ്ടായിരുന്നത്. നമ്മളെ ഫ്രീസറിൻ്റെ ഉള്ളിൽ ഒരു സാധനം കയറ്റി വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ മൂടിയിരിക്കുകയായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അതാണ് ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ ഇത് കൂടെയൊക്കെ വെള്ളവും പോവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എവിടേക്കെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിലൊക്കെയാണ് ഓഫാക്കിയിട്ട് ഇടാൻ പറ്റുള്ളൂ. പിന്നെ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ ചീത്തയായി പോയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓഫാക്കാറുമില്ല കേട്ടോ. അതും വേണ്ടേ പറയാൻ. അങ്ങനെ ചോറിനുള്ള തീയൊക്കെ കത്തിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞാൻ അതിൻ്റെ അടുത്തൊക്കെ നിന്ന് എന്താ പറയുക, തീ കായൊക്കെ ചെയ്തു കേട്ടോ. എന്നിട്ടാണ് ചോറുങ്ങലൊക്കെ കയറ്റി വെച്ചത്. അപ്പോൾ ഏട്ടനും ഞങ്ങൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ, എന്താണെന്നൊന്നും എനിക്കറിയില്ല, ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ ഒരു ട്രിപ്പ് ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടല്ലോ, എത്ര ഉണ്ടാക്കിയാലും മതിയാവില്ല അങ്ങനെയല്ല, ഇഷ്ടമില്ലാതാവില്ല. എത്ര ഉണ്ടാക്കിയാലും കഴിക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് 4 പേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ദോശയും ഇഡ്ഡലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അവർ ചില സമയത്ത് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ഓരോന്ന് കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ പോലും ഇരുന്ന് കഴിക്കും കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. എരിവൊന്നും ഇല്ലാതെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ അവർക്ക് ദോശയും ചമ്മന്തിയൊക്കെ നല്ല ഇഷ്ടമാണ് എൻ്റെ കിച്ചുവിനും തുമ്പിക്കൊക്കെ. അങ്ങനെ ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഈ ഇഡ്ഡലിയൊക്കെ ആവണ ഗ്യാപ്പിൽ ഞാൻ കൂട്ടാനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പച്ചക്കറിയൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്, ഇഡ്ഡലിയും സാമ്പാറുമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ലല്ലോ, ഉച്ചയ്ക്ക് കറിയും കൂടിയും വേണ്ടേ. ഉച്ചയ്ക്ക് ഒരു നേരമാണ് ഫുഡ് കഴിക്കുമെങ്കിലും നമ്മൾ എന്താ പറയുക, കറി ഞാൻ ഉണ്ടാക്കില്ല എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പലഹാരം കൂടി ഉണ്ടാക്കണുണ്ടല്ലോ, അപ്പോൾ അത് കാരണം കൊണ്ട് സാമ്പാറങ്ങൾ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ചട്നി ഉണ്ടാക്കുമ്പോൾ എങ്ങനെയായാലും എന്നാൽ പിന്നെ സാമ്പാർ ഉണ്ടാക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി വൈകുന്നേരത്തെ എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കണം. ഇത് സാമ്പാർ ഇപ്പോൾ പലഹാരത്തിലേക്കും പിന്നെ അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ചോറിലേക്കും കൂടിയിട്ടാണ്. അത്ര ഉണ്ടാക്കണുള്ളൂ, കുറച്ച് തന്നെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫുഡൊന്നും അധികം കൂടുതലായിട്ട് ഉണ്ടാക്കാറില്ല, കാരണം കളയല്ലേ, വേസ്റ്റായി പോയി കഴിഞ്ഞാൽ കളയന്നല്ലേ പാകുള്ളൂ. അല്ലാണ്ട് അപ്പോൾ നമുക്ക് തലേ ദിവസം കഴിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. കൂട്ടാനാണെങ്കിലും ചോറാണെങ്കിലും ഒക്കെ ഒത്തിരി തന്നെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ കാപ്പി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ
അടുപ്പിൽ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് തിളച്ചപ്പോൾ അതിൽ നിന്നാണ് കേട്ടോ കാപ്പിക്ക് എടുക്കണത്. ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല, ഗ്യാസ് കഴിഞ്ഞാൽ മാത്രമാണ് ഇതൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. പക്ഷെ ഇന്ന് ഇഡ്ഡലിയും കുക്കറും പിന്നെ അതുപോലെ തന്നെ സാമ്പാറും ഒക്കെ ഗ്യാസിൻ്റെ മേലല്ലേ വെച്ചേക്കണത്. അപ്പോൾ അതുകൊണ്ട് കാപ്പി വെക്കാനായിട്ട് ഞാൻ മറന്നു സത്യത്തിൽ. അല്ലെങ്കിൽ ഞാൻ കാപ്പി എന്നാണ് എൻ്റെ ഒരു തുടക്കം ഉണ്ടാവാറുള്ളത്. ഇന്ന് സത്യത്തിൽ ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ മറന്നതല്ല, അതിൻ്റെ ഇടയിൽ കൂടെ വേറെ പണി കിട്ടിയില്ല അതുകൊണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കാപ്പിയൊക്കെ റെഡിയാക്കിയാണ് വെച്ചിട്ടുണ്ട്. പിന്നെ പാത്രത്തിൽ ഓൾറെഡി മുന്നേ ഞാൻ കാപ്പിപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലാതെ വെറും ചൂടുവെള്ളമല്ല ഒഴിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ അരിയൊക്കെ കഴുകിയിട്ട് കുറച്ച് അരി തന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ അരച്ചിട്ടല്ല വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും ഉലുവയും ഒക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നത്. അതൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഈ ഒരു പാത്രത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആ ചൂടുള്ള പാത്രത്തിൽ വെച്ചാൽ ചൂടാറില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് ജാറിലേക്കൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറിയൊക്കെ ഏകദേശം ആയി വരുന്നുണ്ട്, ഇനി തേങ്ങ ഒഴിക്കാൻ കൂടി വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ സാമ്പാറിൻ്റെ പണിയും ഇഡ്ഡലിയുടെ പണിയും ഒക്കെ കഴിഞ്ഞു. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് മുറ്റമൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല, മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ലാതെ കാരണം വലിയ സീനൊന്നും ഇല്ല. കണ്ടെന്നാലും നോക്കി നോക്ക്, നല്ല ഇലകൾ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ല കാറ്റും നല്ല കാറ്റില്ലെങ്കിലും നല്ലൊരു കാറ്റുണ്ട്. കാറ്റുകാലം എന്ന് പറയുമ്പോൾ നല്ല കാറ്റുണ്ടാവുമെന്ന് എനിക്കറിയാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നാലുപുറം കൂടുതലും കുറേ മരങ്ങളുണ്ടല്ലോ, ചിലപ്പോൾ അത് കാരണം കൊണ്ടായിരിക്കും എനിക്കങ്ങനെ തോന്നുന്നു കേട്ടോ. അതുകൊണ്ടും കൂടിയാണ് ചപ്പ് ഇങ്ങനെ നല്ല ഇല വീണ് കിടക്കണത്. കാറ്റിനെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നാലുപുറം എന്താ പറയുക, നിറയെ മരങ്ങളും ചെടികളൊക്കെ നിറഞ്ഞ് നിൽക്കുകയല്ലേ, അതുകൊണ്ടും കൂടി ആയിരിക്കണം കേട്ടോ. പക്ഷെ പതിവിലും കൂടുതലുള്ള ചപ്പുകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എൻ്റെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ചായയല്ല കാപ്പിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കിച്ചുവിനും ഇങ്ങനെ തേങ്ങ അരച്ച സാമ്പാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഞങ്ങളുടെ ചായക്കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാനിവിടെ തുടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ രാവിലെ തുടയ്ക്കേണ്ടതാണ്. ഇന്നത്തെ കാര്യം നമുക്ക് പറയണ്ടല്ലോ, എനിക്ക് കൂടുതൽ പണി കിട്ടിയ ദിവസമാണല്ലോ. പലഹാരം ഉണ്ടാക്കല് സാമ്പാർ ഉണ്ടാക്കല്, ഇതിൻ്റെ ഇടയിൽ എവിടെ തുടയ്ക്കാനായിട്ട് എനിക്ക് സമയം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മലയ്ക്ക് പോകുമ്പോൾ എല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന്. ആയിരിക്കും, പക്ഷേ ഞാനങ്ങനെ ചെയ്യാറില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിനൊന്നും സമയം കിട്ടാറില്ല. സമയം കിട്ടില്ല പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മൾ ആദ്യം കഴിക്കാനുള്ള ഫുഡല്ലേ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എന്നിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഡെയിലി തുടയ്ക്കണ കാരണം കൊണ്ട് തന്നെ അത്ര വലിയ അഴുക്കും വൃത്തികേടൊന്നും ആയിട്ടൊന്നല്ല കിടക്കണം. നമുക്ക് എന്താ വേണ്ടത്, വൃത്തിയായിട്ട് കിടക്കണം, അത്രേ ഉള്ളൂ സത്യത്തിൽ. അല്ലാതെ ഇപ്പോൾ അങ്ങനെയാണെന്ന് എൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കാതെ ആദ്യം തന്നെ എനിക്ക് ഇതിലേക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം നീച്ച് വന്നു തുടങ്ങുമ്പോൾ കുട്ടികൾ ഫുഡാണ് ചോദിക്കുക, എന്തെങ്കിലും കഴിക്കാനായ ചായ ആയോ എന്നൊക്കെ ചോദിക്കുള്ളൂ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ അത് എടുത്ത് കൊടുക്കണ്ടേ, എന്നിട്ട് മതിയില്ല നമുക്ക് തുടക്കലൊക്കെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ എൻ്റെ അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇട്ട് ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞല്ല കേട്ടോ, എൻ്റെ ഒരു സാഹചര്യം വെച്ച് ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എല്ലാം കൂടി എന്നോട് എത്തുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടോ, അല്ലാണ്ട് നെഗറ്റീവായിട്ടൊന്നും വിചാരിക്കണ്ട. അപ്പോൾ അങ്ങനെ അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തുണികൾ തിരുമ്പലും ഒക്കെ തുടങ്ങി. പിന്നെ എനിക്ക് കുളിച്ച് കഴിഞ്ഞ് എനിക്ക് ഇതുപോലെയുള്ള ജോലികളൊന്നും ചെയ്യാൻ തീരെ ഇഷ്ടമില്ലാത്തതാണ്. പക്ഷേ ഇപ്പം നമ്മുടെ സാഹചര്യം അത് ആയത് കാരണം കൊണ്ടാണ് കേട്ടോ. എനിക്ക് കുളിക്കണേൻ്റെ മുന്നേ തിരുമ്പലാണെങ്കിലും തുടക്കലാണെങ്കിലും ഒക്കെ കുളിക്കണേൻ്റെ മുന്നേ ചെയ്യണം. പിന്നെ എനിക്ക് കുളിച്ച് കഴിഞ്ഞ് നനയണതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാനാ, നമുക്ക് നേരം വിളിച്ചാൽ 5 മണിക്ക് 4 മണിക്ക് എണീച്ച് തിരുമ്പാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ വാഷിംഗ് മെഷീനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് നനഞ്ഞേ പറ്റൂ, പിന്നെ വേറെ മാർഗ്ഗമില്ല. ഏട്ടനാണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ വർക്കിന് പോയിട്ടുണ്ട്. കിച്ചു തുമ്പിയാണെന്നുണ്ടെങ്കിൽ അധികം നടന്ന് കളിക്കുന്നുണ്ട്. അവനെ കുളിപ്പിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, ഇതും കൂടി കഴിഞ്ഞിട്ടാണ് കുളിപ്പിക്കുള്ളൂ. തിരുമ്പലട് കഴിഞ്ഞിട്ട് കുളിപ്പിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ വെയിലുള്ള സമയത്ത് നമ്മൾ തിരുമ്പണം, അല്ലെങ്കിൽ പിന്നെ തിരുമ്പി കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടൂല്ല. പിന്നെ ഒരുപാട് തുണികൾ ഉണ്ടാവും ചെയ്യും എനിക്ക് തിരുമ്പാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും ഉണക്കാനും സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഞാൻ എപ്പോഴും രാവിലെ തന്നെ തിരുമ്പുള്ളൂ. അത്രയും പറ്റാത്ത സമയത്ത് മാത്രമാണ് വൈകുന്നേരത്തേക്ക് പോവുള്ളൂ കേട്ടോ. അങ്ങനെ തുണികളൊക്കെ തിരുമ്പൽ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ. ഉറങ്ങിയൊന്നുമില്ല, കിടന്നുള്ളൂ. പക്ഷെ കിച്ചു മുമ്പേ നല്ലൊരു ഉറക്കം ഉറങ്ങി കേട്ടോ. അവിടെ നിന്ന് കിച്ചു ഉറക്കത്തിൽ നീച്ചിട്ട് പെട്ടെന്ന് കരച്ചിൽ തുടങ്ങി. എനിക്ക് കുട്ടിച്ചനോടേക്ക് പോണേ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓൾറെഡി നമ്മൾ ഞായറാഴ്ചകളിൽ എല്ലാ ദിവസങ്ങളിലും എല്ലാ ആഴ്ചകളിലും നമ്മളിങ്ങനെ പോവാറുണ്ട് കുട്ടിച്ചൻ്റെ പറയുമ്പോൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവാറുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങളൊരു വൈകുന്നേരത്തോടെ അടുപ്പിച്ചിട്ടാണ് പോവാറ്. പക്ഷെ ഇന്നിപ്പോൾ അവൻ ഉച്ചയ്ക്ക് നീച്ചപ്പോൾ കരയായിരുന്നു കേട്ടോണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അവരെ കുട്ടിച്ചനെ വിളിച്ച് വരുത്തി. അപ്പോൾ അവൻ വണ്ടിയും കൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കിച്ചുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്.
ഞാൻ ഏട്ടൻ വന്നിട്ട് ഏട്ടൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരും. ഏട്ടൻ 1:30 ആകുമ്പോഴേ വരുള്ളൂ കേട്ടോ. അപ്പോൾ പോവാന്ന് പറഞ്ഞാൽ ചെക്കൻ സമ്മതിക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഏട്ടൻ വന്നിട്ട് അച്ഛൻ വന്നിട്ട് അങ്ങോട്ട് വരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സമാധാനിപ്പിച്ചിട്ട് അവനെ വിട്ടു കേട്ടോ. അവനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കുട്ടിച്ചനെ കണ്ട വഴിക്ക് ഒരു ഒറ്റ ഓട്ടമായിരുന്നു കേട്ടോ അവന് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെ പോയി കഴിഞ്ഞാൽ കളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ കളിക്കാൻ തുമ്പി മാത്രമല്ലേ ഉള്ളൂ. അവിടെ ചെക്കന്മാർ പിന്നാലെ കളിക്കാമല്ലോ, അത് അവൻ്റെ കുട്ടിച്ചൻ്റെ പിന്നാലെ തന്നെ കളിക്കാമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ വീടൊക്കെ എത്തി. എന്താ പറയുക, ഇപ്പം ഞങ്ങളിവിടെ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ തൈപ്പൂയത്തിന്. അപ്പം ഞങ്ങളുടെ ടീമുണ്ട്, 10 പേരുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആകെ ക്ഷീണിച്ച് തളർന്നിട്ട് വന്നിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പം സമയം 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചൊക്കെ ഇവിടെ വന്നിട്ട് ഭയങ്കര കളിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇവിടെ നിൽക്കുകയായിരുന്നു ചെയ്തത്. തുമ്പിക്കുട്ടി മാത്രമാണ് എൻ്റെ കൂടെ വന്നുള്ളൂ. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഇവിടെ അല്ല, കുറച്ച് അപ്പുറത്താണ് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് പോകണം, അവിടെയാണ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ നിന്നൊക്കെ വന്നിട്ട് ഞങ്ങൾ ഏട്ടനെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഏട്ടൻ വർക്ക് ചെയ്തിട്ട് ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരും 5:30 ആകുമ്പോൾ. അപ്പോൾ അത് കാത്തിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും വീഡിയോ നോക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ചായ ഇല്ല കേട്ടോ, കാപ്പി. ഇവിടെയും കാപ്പി ആട്ടോ വെക്കുക. അപ്പോൾ കാപ്പി കൂടിയൊക്കെ വേണ്ടി ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേനും കണ്ട് ഏട്ടൻ വന്നിട്ട് ഞങ്ങൾ അങ്ങനെ നിന്നില്ല. കാരണം ഇനി വീട്ടിൽ പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ അധികം നേരം നിൽക്കണില്ല. അല്ലെങ്കിൽ ഞങ്ങൾ രാത്രിയേ പോവാറുള്ളൂ കേട്ടോ. ഏട്ടൻ വന്നാലും രാത്രിയിലേക്കൊക്കെ 7 മണിയൊക്കെ ആകുമ്പോഴേ പോവാറുള്ളൂ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, കുറച്ച് നേരത്തെ പോകണം. ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത് കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ കിച്ചും തുമ്പിയൊക്കെ അങ്ങനെ വണ്ടിയിൽ കയറിയിരുന്നു. അങ്ങനെ ഇതാ കടയിലെത്തിയാൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.